ഹരേ കൃഷ്ണ. എല്ലാവർക്കും മാധവത്തിലേക്ക് സ്വാഗതം. ശ്രീമദ് ഭാഗവതത്തിൻ്റെ പ്രഥമ സ്കന്ധത്തിലെ അവസാനത്തെ ഭാഗങ്ങളാണ് ഇന്ന് നമ്മൾ പറയുന്നത്. പരീക്ഷിത്ത് കലിക്കു നൽകിയ ശിക്ഷയും അതുപോലെ തന്നെ പരീക്ഷിത്തിന് ഏറ്റ ശാപം, അതുകൂടാതെ ശ്രീശുകൻ്റെ ആഗമനം, ഈ 3 ഭാഗങ്ങളാണ് ഇന്ന് നമ്മൾ പറയുന്നത്. പരീക്ഷത്തിനെ പാണ്ഡവർ രാജ്യഭാരം ഏൽപ്പിച്ചതിനു ശേഷം ഭഗവാൻ ശ്രീകൃഷ്ണനില്ലാത്ത ഈ രാജ്യം തങ്ങൾക്ക് വേണ്ട, തങ്ങൾക്ക് ഇനി ഈ ഭൂമിയിൽ ജീവിക്കണ്ട എന്ന് തീരുമാനിച്ചിട്ട് ദ്രൗപദിയെയും കൂട്ടിക്കൊണ്ട് അവർ ഉത്തര ദിക്കിലേക്ക് യാത്രയാകുന്നു. അതിനുശേഷം പരീക്ഷിത്ത് എന്ന വിഷ്ണുരാധൻ, അദ്ദേഹമാണ് തൻ്റെ പൂർവികരെ പോലെ തന്നെ ഭംഗിയായി രാജ്യം ഭരിച്ചത്. ഈ പരീക്ഷിത്ത് മഹാരാജാവ് 3 അശ്വമേധയാഗം നടത്തി. അന്നത്തെ യുഗങ്ങളിൽ യാഗങ്ങൾക്കും യജ്ഞങ്ങൾക്കും വളരെയധികം പ്രാധാന്യം ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് അക്കാലത്തെ രാജാക്കന്മാരൊക്കെ വളരെയധികം യാഗങ്ങളും യജ്ഞങ്ങളുമൊക്കെ നടത്തിക്കൊണ്ടു പോകുന്നത്. എപ്പോഴും മുനിമാർ യജ്ഞം ചെയ്തുകൊണ്ടേയിരുന്നു ലോകത്തിനു വേണ്ടി. പരീക്ഷിത്ത് മഹാരാജാവ് വിവാഹം കഴിച്ചത് തൻ്റെ അമ്മാവൻ്റെ മകളെയാണ്. ഭാര്യയുടെ പേര് ഇരാവതി എന്നായിരുന്നു. ജനമേജയൻ ഉൾപ്പെടെ 4 പുത്രന്മാരാണ് ഈ ദമ്പതികൾക്ക് ഉണ്ടായത്. അങ്ങനെ ഒരു അശ്വമേധ യാഗത്തിൻ്റെ മുന്നോടിയായിട്ട് അദ്ദേഹം നടത്തിയ ദിഗ്വിജയ യാത്രയിൽ പരീക്ഷിത്ത് ഒരു അതിശയകരമായ കാഴ്ച കാണുകയാണ്. ഒറ്റക്കാലുള്ള ഒരു കാളക്കുട്ടി, ഒരു മെലിഞ്ഞുണങ്ങിയ ഒരു പശുക്കുട്ടിയെ സമാധാനിപ്പിക്കുന്ന കാഴ്ച. എന്തിനാണ് ഈ പശു കരയുന്നത്, എന്താണ് ദുഃഖത്തിന് കാരണം എന്ന് ചോദിക്കുന്നു. കാള ശ്രീകൃഷ്ണ ഭഗവാൻ ഈ ലോകം വിട്ടുപോയതിനെ തുടർന്നുണ്ടായിരിക്കുന്ന ദുരിതങ്ങളെ ചൊല്ലിയാണ് പശു കരഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്ന് പറയുന്നു. കാളയുടെ ദയ, ശൗചം, തപസ്, സത്യം എന്നീ 4 കാലുകളിൽ സത്യം എന്ന ഒരു കാല് മാത്രമേ ഇപ്പോൾ ശേഷിച്ചിട്ടുള്ളൂ എന്ന് പറഞ്ഞ് ആ പശു കരയുന്നു. രാജവേഷമണിഞ്ഞ കലി ഒരു വടി കൊണ്ട് പശുവിനെ അടിച്ചുകൊണ്ട് നിൽക്കുമ്പോഴാണ് പരീക്ഷിത് ചക്രവർത്തി ആ വഴി വന്നത്. കാളയുടെ ശേഷിച്ച ആ ഒരു കാലും കൂടി തല്ലി ഒടിക്കുവാൻ കലി ശ്രമിക്കുന്നു. അതുകൊണ്ട് വില്ലും കുലച്ചുകൊണ്ട് പരീക്ഷിത്ത് ചോദിക്കുകയാണ്, ദുഷ്ടനായ നീ ആരാണ്? എന്തിനാണ് സാധുക്കളെ, ഈ സാധു മൃഗങ്ങളെ ദ്രോഹിക്കുന്നത്? സാധുജന ദ്രോഹം എൻ്റെ രാജ്യത്ത് അനുവദിക്കുകയില്ല. ഇങ്ങനെ പരീക്ഷിത്ത് കലിയോട് പറയുന്നു. ഭയപ്പെട്ടു കലി. രാജവേഷം ഉപേക്ഷിച്ചിട്ട് പരീക്ഷിത്തിൻ്റെ കാൽക്കൽ വീണ് അഭയം ചോദിച്ചു കലി. അവൻ പറഞ്ഞു, ഞാൻ കലിയാണ്, എന്നെ ജീവിക്കുവാൻ അനുവദിക്കണം. കലിയുടെ ഇപ്രകാരമുള്ള അപേക്ഷ കേട്ടപ്പോൾ പരീക്ഷിത്ത് വിചാരിക്കുകയാണ്, കലികാലത്തിന് ഒരു ശ്രേഷ്ഠതയുണ്ട്. നാമജപം കൊണ്ട് മുക്തി ലഭിക്കുന്നത് കലികാലത്ത് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഇവനെ വധിക്കണ്ട, ഇവൻ ജീവിച്ചോട്ടെ, ഇത് അവൻ്റെ കാലമല്ലേ. ഇങ്ങനെ ചിന്തിച്ചു പരീക്ഷിത്ത് പറഞ്ഞു, നീ എൻ്റെ രാജ്യം വിട്ടുപോകണം, ഇനി ഇവിടെ കണ്ടുപോകരുത്.
തൊഴുതുകൊണ്ട് കലി പറഞ്ഞു, ഭൂമി മുഴുവനും അങ്ങയുടെ രാജ്യമാണ്. ആ നിലയിൽ ഞാൻ എവിടേക്കാണ് പോകേണ്ടത്? എനിക്ക് വസിക്കുവാൻ ഒരിടം അങ്ങ് കൽപ്പിച്ച് തന്നാലും. അപ്പോൾ പരീക്ഷിത്ത് ആലോചിച്ചു, ഇത് അവൻ്റെ കാലമല്ലേ, അവന് എവിടെ ഒരു സ്ഥാനം കൊടുക്കും? ഇങ്ങനെ ആലോചിച്ചിട്ട് പരീക്ഷിത്ത് പറയുകയാണ്, ചൂതുകളി, സ്ത്രീ സേവ, ജീവിഹിംസ, സ്വർണം എന്നിവയിൽ നീ വസിച്ചു കൊള്ളുക. ഇങ്ങനെ പറയുകയാണ് പരീക്ഷിത്ത്. അതിനുശേഷം അദ്ദേഹം കാളയോട് ചോദിച്ചു, അങ്ങ് ആരാണ്? എന്തിനാണ് ഈ കാളയുടെ രൂപം ധരിച്ചിരിക്കുന്നത്? എന്താണ് നിങ്ങളുടെ രണ്ടുപേരുടെയും ദുഃഖത്തിന് കാരണം? അപ്പോൾ കാള പറയുകയാണ്, ഞങ്ങളുടെ ദുഃഖ കാരണം ഞങ്ങൾക്കറിയില്ല. ദൈവമെന്നോ കർമ്മമെന്നോ കാലമെന്നോ ഒക്കെ പറയപ്പെടുന്നു. പരീക്ഷിത്ത് പറഞ്ഞു, സംസാര രീതി കൊണ്ട് അങ്ങ് ഒരു ദേവനാണ് എന്ന് തോന്നുന്നു. ഒന്ന് ചിന്തിച്ചിട്ട് പരീക്ഷിത്ത് വീണ്ടും പറയുകയാണ്, ധർമ്മദേവനല്ലേ അങ്ങ്? കലിയുഗത്തിൽ അങ്ങയുടെ 3 കാലുകളായ ദയ, ശൗചം, തപസ് എന്നിവ നശിച്ചു പോയിരിക്കുന്നു. പശുവിൻ്റെ രൂപത്തിൽ ഈ നിൽക്കുന്നത് ഭൂമിദേവിയാണ്, ശരിയല്ലേ? ഇങ്ങനെ പരീക്ഷിത്ത് ആ പശുവിനോടും കാളയോടും ചോദിക്കുന്നു. പരീക്ഷിത്ത് ധർമ്മദേവന്റെ നഷ്ടപ്പെട്ട 3 കാലുകളും വീണ്ടെടുത്തു കൊടുത്തു. ഭൂമിദേവിയുടെ സങ്കടം പരിഹരിച്ചു. ദിഗ്വിജയ യാത്ര തുടർന്നു. ഹരേ കൃഷ്ണ. സത്യമല്ലേ? ഭഗവാൻ ശ്രീകൃഷ്ണനും പറഞ്ഞിട്ടുണ്ട്, ഈ കലികാലത്തിൽ നാമജപം കൊണ്ട് മാത്രമേ രക്ഷയുള്ളൂ. ഇവിടെ പരീക്ഷിത്തും അതുതന്നെ പറയുന്നു. വർഷങ്ങൾ പിന്നെയും കടന്നുപോയി. പരീക്ഷിത്തിന് വയസ്സ് 65. ഒരു ദിവസം അദ്ദേഹം നായാട്ടിന് പോയി. കൂട്ടം തെറ്റി ഉൾക്കാട്ടിലേക്ക് അദ്ദേഹം പോയി. രാജാവിന് വളരെയധികം ദാഹം തോന്നി. ദാഹജലം തേടി അദ്ദേഹം എത്തിയത് ശമീകൻ എന്ന ഒരു സന്യാസി ശ്രേഷ്ഠൻ്റെ ആശ്രമ മുറ്റത്താണ്. മുനി അവിടെ ഇരുന്ന് ധ്യാനിക്കുന്നു. കുടിക്കുവാൻ അല്പം വെള്ളം കിട്ടുമോ എന്ന് രാജാവ് അദ്ദേഹത്തെ നോക്കി വിളിച്ചു ചോദിച്ചു. സർവ ഇന്ദ്രിയങ്ങളും അടക്കി അഗാധമായ ധ്യാനത്തിലിരുന്ന ആ ശമീകൻ, ആ മഹർഷി അത് കേട്ടില്ല. രാജാവിന് ഈ അവഗണന സഹിക്കുവാൻ സാധിച്ചില്ല. തന്നെ കണ്ടിട്ടും കാണാത്ത മട്ടിൽ മുനി ധ്യാനം നടിക്കുകയാണ് എന്ന് അദ്ദേഹത്തിന് തോന്നി. ഒന്നാമത് അദ്ദേഹം കൂട്ടം തെറ്റിയിരിക്കുന്നു, വല്ലാതെ ദാഹിക്കുന്നുമുണ്ട്, ക്ഷീണവുമുണ്ട്. ആ രീതിയിലുള്ള ചില ശാരീരിക അസ്വസ്ഥതകൾ, മാനസികമായ അസ്വസ്ഥതകൾ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. അതുകൊണ്ട് അദ്ദേഹത്തിന് ഉൾക്കാഴ്ച ഉണ്ടായില്ല. നമുക്കായാലും അങ്ങനെ തന്നെയാണില്ലേ? വിശന്നു കഴിയുമ്പോൾ കണ്ണ് കാണില്ല, ദേഷ്യപ്പെടും. വിശന്നു കഴിഞ്ഞാൽ സമയത്തിന് ആഹാരം കിട്ടിയില്ലെങ്കിൽ വഴക്കാണ്. കുറച്ചു ഭക്ഷണമൊന്ന് കഴിച്ച് ഒന്ന് വിശപ്പ് മാറിക്കഴിയുമ്പോൾ അത്രയും നേരം താൻ ആരോടാണ് ദേഷ്യപ്പെട്ടത് എന്നുപോലും ചിന്തിക്കാതെ എല്ലാവരുടെയും മുഖത്ത് നോക്കി ചിരിക്കും. എല്ലാവർക്കുമുള്ള ശീലമാണ്. അതുതന്നെയാണ് ഇവിടെ പരീക്ഷത്തിനും സംഭവിച്ചത്. അങ്ങനെ അദ്ദേഹത്തിന് വളരെയധികം ദേഷ്യം തോന്നുന്നു. കുറച്ച് ദൂരത്തായി ചത്തുകിടന്ന ഒരു പാമ്പിനെ അദ്ദേഹം കാണുന്നു. ആ ആശ്രമ മുറ്റത്ത് തന്നെയാണ് ഒരു പാമ്പ് ചത്തുകിടക്കുന്നത്. ഉടൻ തന്നെ തൻ്റെ വില്ലിൻ്റെ അറ്റം കൊണ്ട് ആ പാമ്പിനെ തോണ്ടി എടുത്ത് രാജാവ് ആ മുനിയുടെ കഴുത്തിലിട്ടു. എന്നിട്ട് ദേഷ്യത്തോടു കൂടി ഇറങ്ങി നടന്നു. അപ്പോഴും ആ മഹർഷി, ശമീകൻ എന്ന ആ മഹർഷി ഇതൊന്നും അറിഞ്ഞില്ല.
ഇതെല്ലാം കണ്ടുകൊണ്ട് കുശൻ എന്ന മുനികുമാരൻ അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. ഈ കുശൻ എന്ന മുനികുമാരൻ ശമീകന്റെ മകൻ ശൃംഗിയോട് ഈ വിവരങ്ങളെല്ലാം ഒരു പരിഹാസ രൂപേണ പറഞ്ഞു. കോപം കൊണ്ട് കലി തുള്ളിയ ശൃംഗി രാജാവിനെ ശപിച്ചു. എന്താണ് ശാപം? ഇന്നത്തേക്ക് 7-ാം ദിവസം ആ മര്യാദ കെട്ട രാജാവിനെ തക്ഷകൻ എന്ന നാഗം കടിച്ച് കൊല്ലട്ടെ. എന്നിട്ട് ആശ്രമത്തിലേക്ക് ഓടിയെത്തിയ ശൃംഗി പിതാവിൻ്റെ കഴുത്തിൽ നിന്നും ആ ചത്ത പാമ്പിനെ എടുത്ത് ദൂരെ കളഞ്ഞു. എന്നിട്ട് ഉച്ചത്തിൽ നിലവിളിച്ച് ബഹളമുണ്ടാക്കി. മുനി ബഹളം കേട്ട് ധ്യാനത്തിൽ നിന്ന് ഉണർന്നു. വിവരങ്ങളെല്ലാം അദ്ദേഹം അറിഞ്ഞു. എല്ലാം അറിഞ്ഞപ്പോൾ ശമീകൻ മകനെ കുറ്റപ്പെടുത്തി. മകനെ, നീ ചെയ്തത് തെറ്റായിപ്പോയി. വിശപ്പും ദാഹവും കൊണ്ട് നമ്മുടെ ആതിഥ്യം പ്രതീക്ഷിച്ചു വന്ന രാജാവിന് അത് കിട്ടാതായപ്പോൾ കടുത്ത നിരാശയും കോപവും ഉണ്ടായിക്കാണും. അല്ലാതെ ഇങ്ങനെയുള്ള ഒരു പ്രവൃത്തി ചെയ്യുന്ന ആളല്ല നമ്മുടെ രാജാവ്. വിഷ്ണു ഭക്തനാണ്. അതുകൊണ്ട് ഒരു കാരണവശാലും അദ്ദേഹം അറിഞ്ഞുകൊണ്ട് ഇങ്ങനെയൊരു ദ്രോഹം നമ്മളോട് ചെയ്യില്ല. ചെല്ലുന്നിടത്തെല്ലാം ആദരവ് മാത്രം കിട്ടി ശീലിച്ച അദ്ദേഹത്തിന് ഒരു പക്ഷേ നമ്മുടെ പ്രവൃത്തി വളരെയധികം വിഷമം ഉണ്ടാക്കി കാണും. അതുകൊണ്ടാണ് അദ്ദേഹം ഇപ്രകാരം ചെയ്തത്. അദ്ദേഹം നന്നായി രാജ്യം ഭരിക്കുന്നു. അതുകൊണ്ടാണ് നമുക്ക് സമാധാനമായി ഇവിടെ ജീവിക്കുവാൻ സാധിക്കുന്നത്. മാത്രവുമല്ല, അദ്ദേഹം വലിയ വിഷ്ണു ഭക്തനാണ്. അതുകൊണ്ട് നിന്റെ ഈ പ്രവൃത്തി ഒട്ടും ശരിയായില്ല. ഇങ്ങനെ ശമീകൻ മകനോട് പറയുന്നു. അതിനുശേഷം തൻ്റെ ഒരു ശിഷ്യനെ വിളിച്ചിട്ട് തൻ്റെ മകൻ ഇപ്രകാരം ശപിച്ചിരിക്കുന്നു എന്നുള്ള കാര്യം രാജാവിനെ രഹസ്യമായി അറിയിക്കുവാൻ ഉടൻ തന്നെ കൊട്ടാരത്തിലേക്ക് വിടുന്നു. പരീക്ഷിത്ത് ഇപ്രകാരം ചെയ്തിട്ട് തിരിച്ചു പോകുന്ന സമയത്തൊക്കെ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ വലിയ ഒരു വിഷമമുണ്ടായിരുന്നു. താൻ പെട്ടെന്നങ്ങനെ ചെയ്തു പോയല്ലോ, അത് വേണ്ടായിരുന്നു എന്നുള്ള ചിന്ത അദ്ദേഹത്തിന് അലട്ടിയിരുന്നു. പശ്ചാത്തപിച്ചുകൊണ്ടാണ് പിന്നീട് അദ്ദേഹം ജീവിച്ചത്. ആ സമയത്താണ് ഈ ശമീകൻ്റെ ശിഷ്യൻ രാജസന്നിധിയിൽ എത്തുന്നതും ശാപത്തിൻ്റെ വിവരമെല്ലാം പറയുന്നതും. പക്ഷേ ഈ വിവരം കേട്ടിട്ടും പരീക്ഷത്തിന് ഒരു കുലുക്കവും ഉണ്ടായില്ല. കാരണം അദ്ദേഹത്തിന് പൂർണ്ണമായിട്ടും അറിയാം അത് താൻ അർഹിക്കുന്നു. താൻ ഒരിക്കലും അത് ചെയ്യാൻ പാടില്ല എന്നുള്ള ബോധം പരീക്ഷത്തിന് ഉണ്ടായിരുന്നു. ലൗകിക ജീവിതത്തിൽ വിരക്തി ഉണ്ടാവാൻ അത് സഹായിക്കുമല്ലോ എന്ന് അദ്ദേഹം ചിന്തിച്ചു. അദ്ദേഹം രാജ്യഭാരം പുത്രനെ ഏൽപ്പിച്ചു. എന്നിട്ട് ഗംഗാതീരത്ത് ഒരു വലിയ പന്തൽ കെട്ടിച്ചു. അവിടെ ഇരുന്ന് തൻ്റെ അവസാന കാലം ഭഗവാനെ ഭജിച്ച് തീർക്കാം എന്നുള്ള ചിന്തയായിരുന്നു പരീക്ഷത്തിന്. സ്വാഭാവികമായും ഈ ശാപത്തിൻ്റെ കഥ രാജ്യം മുഴുവനും പടർന്നു. സകലമാന ജനങ്ങളും സന്യാസിമാരും എല്ലാവരും തന്നെ ഈ വിഷയം അറിഞ്ഞു. അങ്ങനെ ആ രാജ്യത്തുള്ള പർണാശ്രമങ്ങളിൽ നിന്നും അറിയപ്പെടുന്നവരും അല്ലാത്തവരുമായ എല്ലാ മുനിശ്രേഷ്ഠന്മാരും രാജാവിനെ കാണുവാൻ ഗംഗാനദിയുടെ തീരത്ത് ഉയർത്തിയ പന്തലിൽ എത്തിച്ചേരുന്നു. വസിഷ്ഠൻ, ച്യവനൻ, ഭൃഗു, അംഗിരസ്, പരാശരൻ, വിശ്വാമിത്രൻ, പരശുരാമൻ, ഗൗതമൻ, മൈത്രേയൻ, അഗസ്ത്യൻ, വ്യാസൻ, നാരദൻ, ദേവലൻ, ഭരദ്വാജൻ തുടങ്ങിയ എല്ലാവരും അവിടെ എത്തിച്ചേർന്നു. പരീക്ഷിത്ത് എല്ലാവരെയും വേണ്ട വിധം സ്വീകരിച്ചു, ആദരിച്ചു. കൂടാതെ പ്രജാമുഖ്യന്മാർ, സാധാരണക്കാർ എല്ലാവരും തങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട രാജാവിൻ്റെ കഷ്ടകാല സമയത്ത് അദ്ദേഹത്തിന് കൂട്ടായി അവിടെ എത്തിച്ചേർന്നു.
ഹരേ കൃഷ്ണ. നമ്മളാണെങ്കിലോ ഒരു കഷ്ടകാലം വരുമ്പോൾ കഴിവതും അങ്ങോട്ട് നോക്കില്ല. വേറെ വഴി വല്ലതും ഉണ്ടെങ്കിൽ ആ വഴിയിൽ കൂടെ അങ്ങ് പോകും അല്ലേ? എന്നാൽ ആർക്കെങ്കിലും ഒരു നല്ല കാലം വന്നാലോ പതിയനെ ബന്ധുത്വം സ്ഥാപിച്ച് ചെല്ലുകയും ചെയ്യും. പക്ഷെ ഇവിടെ അങ്ങനെയല്ല സംഭവിച്ചത്. ആ മഹാസദസ്സിലുണ്ടായിരുന്ന മഹർഷിമാരോട് കൂപ്പുകൈകളോടുകൂടി മഹാരാജാവ് ചോദിക്കുകയാണ്, മഹാത്മാക്കളെ, മരണമടുത്തിരിക്കുന്നു നമുക്ക്. അങ്ങനെയുള്ള നാം എന്താണ് ചെയ്യേണ്ടത്? അവസാനമായി ഞാൻ ചെയ്യേണ്ടത് എന്താണ്? ഇങ്ങനെ പരീക്ഷിത്ത് മഹാരാജാവ് എല്ലാവരോടുമായി ചോദിക്കുന്നു. ആർക്കും പെട്ടെന്ന് ഒരു ഉത്തരം പറയാൻ കഴിഞ്ഞില്ല. എല്ലാവരും അതിനെപ്പറ്റി ചർച്ച ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ആ പന്തൽ കവാടത്തിൽ പ്രകാശം പരത്തുന്ന അതീവ സുന്ദരനായ ഒരു യുവസന്യാസി അവിടെ എത്തിച്ചേരുന്നു. എല്ലാവരുടെയും ശ്രദ്ധ അങ്ങോട്ട് തിരിഞ്ഞു. പരിപൂർണ നഗ്നൻ, എന്നാൽ 16ന്റെ നവ യൗവന അവസ്ഥ. ഏവരെയും ആകർഷിക്കുന്ന തൻ്റെ ശരീരഭംഗിയെപ്പറ്റി ഒട്ടും ബോധമില്ലാത്ത പെരുമാറ്റം, പൊടി അണിഞ്ഞ ശരീരം, ചിന്നിച്ചിതറിക്കിടക്കുന്ന മുടിച്ചുരുളുകൾ, നെറ്റിയിൽ ചന്ദനക്കുറിയില്ല, മാറിൽ പൂണുനൂലുമില്ല, ജാതി അറിയാനുള്ള അടയാളം അതുമില്ല. പുറകിൽ ധാരാളം കുട്ടികൾ, വിവിധ പ്രായത്തിലുള്ള സ്ത്രീകൾ. ഹരേ കൃഷ്ണ. രാജാവിനും അവിടെയുണ്ടായിരുന്ന മുനിമാർക്കുമെല്ലാം ആളെ മനസ്സിലായി. ആരാണ്? വ്യാസപുത്രനായ ശ്രീശുകൻ. മഹാന്മാരായ എല്ലാ മഹർഷിമാരും ഒന്നടങ്കം എഴുന്നേറ്റു നിന്ന് അദ്ദേഹത്തെ നമസ്കരിച്ചു. പിതാവായ വ്യാസനും പിതാമഹനായ പരാശരനും ഉൾപ്പെടെ അദ്ദേഹത്തെ നമസ്കരിച്ചു. എന്താണ് വേണ്ടത് എന്നറിയാതെ പരീക്ഷിത്ത് പരിഭ്രമിച്ചു. ഒരു മഹാത്ഭുതം സംഭവിച്ചിരിക്കുന്നു. അങ്ങനെ പ്രജ്ഞ തിരിച്ചു കിട്ടിയപ്പോൾ പരീക്ഷിത്ത് പരിവാരസമേതം ശുകനെ പന്തലിൻ്റെ കവാടത്തിൽ ചെന്ന് സ്വീകരിച്ചു. പരീക്ഷിത്ത് പറഞ്ഞു, എന്താണ് ഞാൻ കാണുന്നത്? സാക്ഷാൽ ഭഗവാൻ തന്നെ എഴുന്നള്ളി വന്ന് എന്നെ അനുഗ്രഹിക്കുകയാണോ? ഞാൻ ചവിട്ടി ഇരിക്കുന്ന ഈ മണ്ണിൽ തന്നെ അങ്ങയുടെ പുണ്യപാദങ്ങൾ സ്പർശിക്കുകയോ? അത്ഭുതം, മഹാത്ഭുതം! എനിക്ക് വിശ്വസിക്കുവാൻ സാധിക്കുന്നില്ല. മരണത്തിനോടടുത്ത എൻ്റെ അടുത്ത് സാക്ഷാൽ ശുകൻ തന്നെ വന്നെത്തുകയോ? അവിശ്വസനീയം! എൻ്റെ മഹാഭാഗ്യം എന്നല്ലാതെ ഞാൻ എന്തു പറയാൻ? ഞാൻ എങ്ങനെ അങ്ങയെ പൂജിക്കും? എനിക്കൊന്നും ചെയ്യാൻ സാധിക്കുന്നില്ലല്ലോ. ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് വ്യാസപുത്രനായ ശ്രീശുകന്റെ തൃപ്പാദങ്ങളിൽ പരീക്ഷിത്ത് മഹാരാജാവ് നമസ്കരിച്ചു. പരീക്ഷിത്ത് പൂജിച്ച് സ്വീകരിച്ചു. പരീക്ഷത്തിൻ്റെ പൂജ സ്വീകരിച്ച് ശ്രീശുകൻ അഗ്രാസനത്തിൽ ഇരുന്നു. പരീക്ഷിത്ത് അദ്ദേഹത്തിന് അഭിമുഖമായി ഇരുന്നു. അതിൻ്റെ പിന്നിൽ മുനി സമൂഹങ്ങൾ ഇരുന്നു. ഹരേ കൃഷ്ണ. ഒരു നിമിഷം നിങ്ങളെല്ലാവരും ഒന്ന് കണ്ണടച്ചിരുന്ന് ഈ കാഴ്ച ഒന്ന് മനസ്സിൽ കാണുക. ഗംഗാനദിയുടെ തീരത്ത് ഒരു വലിയ പർണശാല. ആ പർണശാലയ്ക്കുള്ളിൽ ശ്രീശുകൻ ഒരു ഉയർന്ന ആസനത്തിൽ ഇരിക്കുന്നു. അദ്ദേഹത്തിന് അഭിമുഖമായി പരീക്ഷിത്ത് മഹാരാജാവ് ഇരിക്കുന്നു. പരീക്ഷിത്ത് മഹാരാജാവിൻ്റെ പുറകിൽ സകലമാന സന്യാസിമാരും മറ്റ് പ്രമുഖ വ്യക്തികളും സാധാരണക്കാരും നിരന്നിരിക്കുന്നു. ഒരു നിമിഷം കണ്ണടച്ച് ഈ കാഴ്ച
നിങ്ങളുടെ മനസ്സിലേക്ക് നിങ്ങൾ കൊണ്ടുവരണം. എല്ലാവരും ഇരിക്കുന്നു. അങ്ങനെ എല്ലാവരും ഇരുന്നു കഴിഞ്ഞപ്പോൾ മാമുനിമാരോട് ചോദിച്ച ആ ചോദ്യം പരീക്ഷിത്ത് ആവർത്തിച്ചു. മരണമടുത്തിരിക്കുന്നു, നമുക്ക് നാം എന്താണ് ചെയ്യേണ്ടത്? ശ്രീശുകൻ പരീക്ഷിത്ത് മഹാരാജാവിനെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചു. ഹരേ കൃഷ്ണ. ശ്രീമദ് ഭാഗവതത്തിൻ്റെ 1-ാം സ്കന്ധം ഇതോടുകൂടി സമാപിക്കുന്നു. 1-ാമത്തെ സ്കന്ധത്തിൽ എന്തൊക്കെ പറഞ്ഞു എന്ന് നമുക്ക് ആദ്യം മുതൽ ഒന്ന് ഓടിച്ച് നോക്കാം. നൈമിഷാരണ്യത്തിലെ സത്രം, മഹാഭാഗവതത്തിൻ്റെ പിറവി, നാരദ മഹർഷിയുടെ മുൻജന്മങ്ങൾ, ശുഗമഹർഷിയെ പറ്റിയിട്ടുള്ള വിവരണങ്ങൾ, വിഷ്ണുരാധൻ എന്ന പരീക്ഷിത്ത്, അദ്ദേഹത്തിൻ്റെ ജനനം, ധൃതരാഷ്ട്രരുടെ അന്ത്യം, പരീക്ഷിത്ത് മഹാരാജാവിൻ്റെ രാജ്യ അഭിഷേകം, പരീക്ഷിത്ത് കലിക്കു നൽകിയ ശിക്ഷ, പരീക്ഷത്തിന് ശാപം ലഭിക്കുന്നു, ശുഗമഹർഷിയുടെ ആഗമനം. ഇത്രയും കാര്യങ്ങളാണ് ശ്രീമദ് ഭാഗവതത്തിൻ്റെ 1-ാമത്തെ സ്കന്ധത്തിൽ ഉള്ളത്. എല്ലാവർക്കും ഇത്രയും കഥകൾ മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഇത്രയും കഥകൾ കേട്ട എല്ലാവരും കമൻ്റ് ഇടണം. അതുപോലെ തന്നെ നാമം ജപിക്കണം. അതുമാത്രമേ ഉള്ളൂ കലികാലത്തിൽ രക്ഷ. എല്ലാവരെയും ഭഗവാൻ അനുഗ്രഹിക്കട്ടെ. ഹരേ കൃഷ്ണ. 2-ാമത്തെ സ്കന്ധത്തിനായി കാത്തിരിക്കണം. കാത്തിരിക്കുന്ന എല്ലാവരും ഞങ്ങൾ കാത്തിരിക്കുന്നു എന്നുകൂടി ഒന്ന് കമൻ്റ് ഇടുക. ഹരേ കൃഷ്ണ.